വായനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം P.N. പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏത്? ഉത്തരം 1996 മുതൽ. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? ഉത്തരം 2004 ജൂൺ 19. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം P.N. പണിക്കർ 1958. P.N. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. വായനാ വാരം എന്നു മുതൽ എന്ന് വരെയാണ്? ഉത്തരം ജൂൺ 19 മുതൽ 25 വരെ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ്? ഉത്തരം P.N. പണിക്കർ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം കുന്തലത. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? ഉത്തരം 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏത്? ഉത്തരം 1993. ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത്? ഓർമ്മയുടെ അറകൾ. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കോട്ടയം. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അംശി നാരായണൻ പിള്ള. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം ആരുടെ വരികളാണിത്? ഉത്തരം ചെമ്മനം ചാക്കോ. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. എന്റെ ഗുരുനാഥൻ കവിത രചിച്ചത് ആരാണ്? ആരെക്കുറിച്ചാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ, ഗാന്ധിജിയെ കുറിച്ച്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏത്? ഉത്തരം കഥാബീജം. കുറ്റിപ്പെൻസിൽ എഴുതിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ദി പോസ്റ്റർമാൻ ആരുടെ ചെറുകഥയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ടോൾസ്റ്റോയ്. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏത്? ഉത്തരം ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? ഉത്തരം വിഗതകുമാരൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ഇതാരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? ഉത്തരം O.V. വിജയൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് ആര്? ഉത്തരം M. മുകുന്ദൻ. മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം T. പത്മനാഭൻ. ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം ഏത്? ഉത്തരം കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ്? ഉത്തരം രാമചരിതം.
നളചരിതം ആട്ടക്കഥ രചിച്ചത് ആര്? ഉത്തരം ഉണ്ണായി വാരിയർ. ദേശീയ പത്രദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 16. മലയാളത്തിലെ ആദ്യ നിഘണ്ടു നിർമ്മിച്ചത് ആര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. Thanks for watching. Please subscribe, like and share.